അലീന എന്തിനാണ് ഇവിടെ നിന്ന് അവൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരുന്ന് നമ്മുടെ ഇടയിൽ നിന്ന് വേറൊരിടത്തേക്ക് പോയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് 3 പേർക്കും അറിയാവുന്നതാണ് എന്റെ ധാരണ. അറിയാച്ചാ. നിങ്ങളുടെ അമ്മ ഇവിടെ തിരിച്ചു വന്നത് അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് അവളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു മിഥ്യാധാരണയിൽ അവൾക്ക് കൈവിട്ട ഈ വീട് പിടിച്ചെടുക്കാനാ. പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ. എന്റെ കാര്യം നിങ്ങൾ മറന്നേക്കും. നിങ്ങളാണ് അവൾക്കിപ്പോ യുദ്ധം നടത്താനും നടത്തിക്കാനുള്ള ആയുധം. കുഞ്ഞിരാമമേനോന്റെ മോൾക്ക് എന്നെ തോൽപ്പിക്കണം, തകർക്കണം, നിങ്ങളെ തിരിച്ചു കയ്യിലെടുക്കണം എന്നൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടത്തുന്ന ഒരു യുദ്ധം. നിങ്ങളിപ്പോ ചെയ്യാനുള്ളത് അലീന എന്തിനു വേണ്ടിയിട്ടാണോ ഇവിടുന്ന് പോയത് അതിനു വേണ്ടി നിലകൊള്ളുക. നിങ്ങളുടെ കാര്യം നോക്കുക, പഠിക്കുക. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ കയറരുത്. ഇല്ലച്ചാ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇവിടെ പുതിയ രീതികൾ കൊണ്ടുവരികയോ പുതിയ വേലക്കാരിയെ വയ്ക്കുകയോ പുതിയ ടൈം ടേബിൾ തീരുമാനിക്കുകയോ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ചെയ്യുക. അപ്പൊ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരം കാണും. ആരോടും വഴക്കിടാനോ തർക്കിക്കാനോ മത്സരിക്കാനോ ഇല്ലാതെ വരുമ്പോ തന്നെ നിങ്ങളുടെ അമ്മ തന്നെ അങ്ങ് ഒതുങ്ങിക്കൊള്ളും. മനസ്സിലായോ? ആ ബബിത, എന്താച്ചാ? എനിക്കറിയാം നിനക്ക് വൈജ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിച്ചു പോകാൻ വലിയ പാടാണെന്നും നീ അപ്പൊ തന്നെ അതിനെതിരെ സംസാരിക്കുന്നു. ഞാൻ ഇനി ഒന്നും പറയില്ല അച്ഛാ. പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിനക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറയണം. നിനക്ക് നീതിയില്ല, ന്യായമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞോ. നമുക്കത് നയപരമായിട്ട് ശരിയാക്കി എടുക്കാം. മനസ്സിലായ അച്ഛാ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണമെങ്കിലേ എന്റെ മുറിയിലോട്ട് പോരും. ഞാൻ മൊത്തത്തിൽ കുളവാക്കിട്ടേക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തേലും പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈജയുടെ കണ്ണിപ്പെടാത്ത, ശ്രദ്ധ വരാത്ത നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ കേട്ടോ. ശരി അച്ഛാ. ആ പറഞ്ഞത് ഓക്കെ. എന്നാ പിന്നെ നമുക്കറിയിക്കാം. അമ്മ കാണുമല്ലോ ചോദ്യോത്തരവേളയായിട്ട് നമ്മൾ ചെല്ലുമ്പോ തന്നെ. ഞാൻ എന്നതാ പറഞ്ഞത്, നിങ്ങൾ അതൊന്നും ഉള്ളിലോട്ട് എടുക്കണ്ട. ഞാൻ നോക്കിക്കോളാം കേട്ടോ. ആ എന്നതാ രോഹി, എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ഞാൻ ബിരിയാണി കഴിച്ചില്ലമ്മേ, കുഴിമന്തിയായിരുന്നു. നിങ്ങളും കരിമന്തിയാണോ ഇരുന്നത്? ഞാനൊരു കിംവദന്തി ഫ്രൈ കഴിച്ചു. കൃഷ്ണ എന്നതാ കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല. കിംവദന്തി ഫ്രൈയോ? നീ എന്നെ കൊരങ്ങളിപ്പിക്കാണോടി? ഞാൻ കളിപ്പിക്കണ്ടല്ലോ, തനിയെ കളിക്കാൻ അറിയാലോ. അച്ഛൻ ഒരു ദിവസം ബിരിയാണി വാങ്ങി തന്നു എന്ന് വിചാരിച്ച് കണ്ടമാനം അങ്ങ് നെകളിക്കല്ലേ മോളെ. എന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ആഹാരം കഴിച്ചാ നീ ഇത്രയും വളർന്നത്. നീ മാത്രമല്ല, എന്റെ മക്കള് 3 പേരും അല്ലേ? ഇതിപ്പോ അല്ലാന്ന് ആര് പറഞ്ഞു? ഒരുത്തി അഹങ്കാര വർത്താനം പറഞ്ഞു കേട്ടില്ലേ? കിംവദന്തിയെ ചുട്ടു തിന്നെന്ന്. എന്നും അച്ഛൻ വിളിച്ചോണ്ടോയി ഹോട്ടലിൽ നിന്ന് ഉരുട്ടി തരുവോ? ആ കാണുന്ന അടുക്കള വേവണം നിങ്ങളുടെ ആഹാരം. അതിന് ഞാൻ തീരുമാനിക്കണം. അമ്മ തീരുമാനിച്ചോ? ഞങ്ങൾ ആരും അങ്ങോട്ട് കൈ കടത്താൻ വരുന്നില്ല. ഓരോന്നും ചെയ്യുമ്പോഴും എന്നെ തോപ്പിക്കുവാണെന്നാ വിചാരം. തോക്കുന്നത് അവനവനാണെന്ന് അറിയുന്നില്ല. ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു നേരം പുറത്തു പോയി ആഹാരം കഴിക്കാൻ പറ്റത്തില്ലേ? അയ്യോ കഴിച്ചോ? എന്നും കഴിച്ചോണോന്നാ പറഞ്ഞത്.
ഈ വീട്ടിൽ നിന്ന് ആഹാരം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. അച്ഛനനുസരിക്കേണ്ടി വരുമോ? ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇതിനൊന്നും മറുപടി പറയാനില്ലേ? അച്ഛനല്ലേ കുടുംബനാഥൻ. അച്ഛനൊന്നും പറയാനില്ലല്ലേ? ആരോട്? അമ്മയോട്. എനിക്ക് അമ്മയില്ലല്ലോ, മരിച്ചുപോയി. ഭാര്യയില്ല. ഇറങ്ങിപ്പോയ എന്റെ മനസ്സിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറി വരാൻ പറ്റും. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറണമെങ്കിൽ എന്നോട് ചോദിക്കണം. എന്റെ ഭാര്യ തിരിച്ച് കയറിയിട്ടുമില്ല, കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ ആരാ? പ്രേതം. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഗതിയില്ലാതെ ഞാനില്ലാത്ത നേരം നോക്കി പതുങ്ങി വന്ന് കയറിയ പ്രേതം. നീ ഒത്തിരി കുടിച്ചു, മതി, നിർത്ത്. നീ പോയി കിടക്ക്. രാത്രി ഒരുപാടായെന്ന്. രാത്രിയുടെ വഴിക്ക് പോട്ടെ അപ്പച്ച, നമ്മൾ ഗൗനിക്കണ്ട. അപ്പച്ചന് ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ ഒരെണ്ണം കഴിച്ചതല്ലേ, അത് മതി. അപ്പച്ചനെന്താ ഒരെണ്ണം കൊണ്ട് നിർത്തിയേ? അപ്പച്ച മരിച്ച് സ്വർഗത്തിലോട്ട് പോകുമ്പോ ഈ സാധനം അവിടെ കിട്ടത്തില്ല. അവിടെ ഡിസ്റ്റിലറി ഇല്ല, ബിവറേജസ് ഇല്ല, സോഡയില്ല, ഐസ് ഇല്ല, ഗ്ലാസ് ഇല്ല, ടച്ചിങ്സും ഇല്ല. ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ഇപ്പൊ തന്നെ നീ നല്ല പറ്റ. ഇനി ഒരു തുള്ളി പോലും കുടിക്കണ്ട. ഞാൻ ആദ്യം ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞില്ല. അപ്പച്ചൻ എന്തുകൊണ്ട് ഒരൊറ്റ എണ്ണ അടിച്ചോണ്ട് നിർത്തി? ചിന്നമ്മയെ പേടിച്ചിട്ടാണോ? ഒറിജിനൽ ചിന്നമ്മയെ ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാണോ ചിന്നമ്മയുടെ ഫോട്ടോ കോപ്പി? അപ്പച്ച, ഒറിജിനൽ ചിന്നമ്മ ഇവിടെ ഉള്ളത് തന്നെയാ. അപ്പച്ചനും അപ്പച്ചന്റെ ചിന്നമ്മയും പിന്നെ ഞാനും കൂടി ചേർന്നിട്ടുണ്ടായ ഒരു 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 ഉഗ്രൻ ചിന്നമ്മ. പാണ്ടൻ പ്ലാക്കൽ ചിന്നമ്മ വേറെ വീട്ടിൽ നിന്ന് വന്നതല്ലായിരുന്നോ? ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ചിന്നമ്മ. കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ. നിനക്ക് നല്ല പോലെ തലയ്ക്ക് പിടിച്ചു, മതി. ഇനി നീ പോയി കിടക്ക്. അപ്പച്ചൻ എന്നെങ്ങനെ കിടത്താൻ നോക്കണ്ട.
അപ്പച്ചൻ എന്തുകൊണ്ടാ ഒരൊറ്റ എണ്ണത്തിൽ മതിയാക്കിയത്? ഒരു പേഗം കൂടി അടിക്കാൻ മേലാഞ്ഞിട്ടാണോ? അല്ലല്ലോ, പറ, എനിക്കറിയണം. അലീനയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൊണ്ടല്ലേ അപ്പച്ച? അത് പിന്നെ നമ്മൾ കണ്ടമാനം കുടിച്ചിട്ട് ആടിക്കുഴഞ്ഞ് എന്നാ ആർക്കാ ഇഷ്ടപ്പെടുന്നേ? ലാലിച്ച, എടാ മോനെ, ഡാ നോക്ക്, നമ്മള് അവളുടെ മുമ്പിൽ നമ്മുടെ വില കളയരുത്. പിന്നെ അവൾക്ക് നമ്മളോടൊരു മതിപ്പ് തോന്നുവോ? ഇല്ല. അപ്പച്ചിനിപ്പോ ചിന്നമ്മയുടെ മതിപ്പ് കിട്ടിയിട്ട് എന്നാത്തിനാ? പറഞ്ഞേ, എന്നാത്തിനാ? നമ്മളോട് സ്നേഹമുള്ളവരുടെ മതിപ്പും ബഹുമാനവും നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മള് ആ ലെവലിൽ നിൽക്കണം. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷേ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. മിനിഞ്ഞാന്ന് തിരിച്ചു പോവാൻ പ്ലാനിട്ട അപ്പച്ചൻ എന്തിനാ പുനലൂർക്ക് തിരിച്ചു പോവാതെ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നേ? അതേ, എനിക്ക് ഇവിടുന്ന് കുറച്ച് കുറുന്തോട്ടി പേര് പറിച്ചോണ്ട് പോണം. പാദത്തിനാ? ഭൂതത്തിനാ? ഒന്ന് പോ അപ്പച്ച. അപ്പച്ചന്റെ വിചാരം, അപ്പച്ചന്റെ കള്ളത്തരം ആർക്കും മനസ്സിലാവില്ലെന്നാ ഞാൻ ആദ്യം വിചാരിച്ചതേ. ഇങ്ങോട്ട് നോക്ക്, എന്റെ കൂടെ ഇരുന്ന് 3-4 ദിവസം വെള്ളടിക്കാനാന്ന്. അപ്പച്ചനെ ഫ്രഞ്ച് പോലും വേണ്ട, എന്നെക്കാളും വലുത് അപ്പച്ചന്റെ ചിന്നമ്മയാ, അല്ലേ? കൊച്ചക്കള്ള, സത്യം പറ. ലാൽച്ചാ, നിനക്ക് ലെവലില്ല, നീ ഒന്നും പറയണ്ട. അപ്പച്ചന് സത്യം പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അപ്പച്ച കോമ്പമേശക്കാരാ, എന്റെ മോള് മിടുക്കിയല്ലേ? അതെ, അല്ലെന്ന് ആര് പറഞ്ഞു? അവള് സുന്ദരിയല്ലേ? അഴകും അഭിമാനവും അച്ചടക്കവും ഉള്ളവളല്ലേ? ആണെന്നേ. അപ്പച്ചനെ എന്റെ മോളെ നല്ല പോലെ ഇഷ്ടപ്പെട്ടില്ലേ? സമ്മതിച്ചിടാവേ. അപ്പച്ചനറിയാവോ, ഞാനിവിടെ ലോകത്തിന്റെ ഏതോ കോണിലുള്ള ഈ വീട്ടിൽ ഒറ്റയാനായിട്ട് കഴിയുക. നന്ദിയുള്ള കുറച്ച് നായ്ക്കൾ മാത്രമുണ്ട് കൂട്ടിനി. അപ്പോഴാ എനിക്കൊരു രാജകുമാരിയെ കിട്ടിയത്. അപ്പച്ചനറിഞ്ഞോ, ഞാൻ അവിടെ പേര് മാറ്റി പ്രിൻസസ് ഓഫ് കുളത്തൂപ്പുഴ. ഞാനവളെ കൂട്ടിക്കൊണ്ട് നടന്ന് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. ആഹാ, അത് കൊള്ളാം, നല്ല കാര്യം. എന്നെ കൂടെ കൊണ്ടുപോ. ആരെയും കൊണ്ടുപോയില്ല, ഞങ്ങൾ അപ്പനും മോളും മാത്രം. ഞങ്ങൾ ആകാശത്തോടെ പറക്കും, മഞ്ഞുമലയിൽ കൂടി ഓടും, കരകാണാ കടലിൽ നീന്തും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നാളെ കെട്ടിറങ്ങുമ്പോ ഇതൊക്കെ മറക്കുവോ? ഞങ്ങൾ ലോകം ചുറ്റിട്ട് തിരിച്ചു വന്നാൽ ഉടൻ രാജകുമാരിയുടെ കല്യാണം
രാജകീയമായിട്ട് നടത്തും. ഏതെങ്കിലും കോടീശ്വരനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടും. എടാ ലാലിച്ച, അതൊക്കെ വേണ്ടത് തന്നെയാ. അവൾക്ക് ജീവിതത്തിൽ ഒരു കുറവുണ്ടാവരുത്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ട് വന്നവളാ. ഇനി അവള് സന്തോഷായിട്ട് ജീവിക്കണം. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ നിനക്ക് അലീന മാത്രമല്ല, വേറെ മക്കളുണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കരുത്. അവളെ പോലെയാണോ അപ്പച്ച അലീന? 23 വർഷം അവൾക്കാരുമില്ലായിരുന്നു. ജനിച്ചപ്പോൾ മുതലേ അവൾ എവിടെയായിരുന്നെന്ന് അപ്പച്ചനറിയാലോ. എനിക്കറിയാം. നീ ഇനി കുടിക്കണ്ട, മതി. മതിയെങ്കം മതി. മോനെ, ആരും എന്നെ പിടിക്കണ്ട. ഒറ്റക്കാ ഞാൻ ജീവിച്ചേ. ആരും ഒരു കൈ താങ്ങിയിട്ടില്ല. ആരും ആരും എന്നെ സഹായിച്ചിട്ടില്ല. ഒറ്റക്കാ ഞാൻ ജീവിച്ചേ. ഒറ്റ ആരോരുമില്ലെന്ന് വിചാരിച്ച് 23 വർഷം എന്റെ മോള്. എനിക്ക് വിഷമമുണ്ട് അപ്പച്ച, ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. പ്രിൻസസ്, കുളത്തൂപ്പുഴ പ്രിൻസസ്, എന്റെ രാജകുമാരി, കുളത്തൂപ്പുഴ രാജകുമാരി, എന്റെ മോള്. ഞാൻ അവളെ രാജകുമാരിയെ പോലെ വളർത്തും. കുളത്തൂപ്പുഴ പ്രിൻസസ്. മോളെ, മോളെ, ഉറങ്ങിയില്ല മോളെ? എന്നാ പറ്റി? തീർന്നോ കള്ളൂടി? അത് ഞാൻ അങ്ങനെ കണ്ടമാനൊന്നും കഴിച്ചില്ലെന്നീ. ഒരെണ്ണം, ഒരൊറ്റ അത്രേ ഉള്ളെന്നീ. ലാലിച്ചം പിന്നെ ഒഴിക്കാൻ എടുത്തതാ. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതെന്ന് ചോദിക്കാൻ മേലായിരുന്നോ വല്യപ്പച്ചന്? സ്വന്തം മോനല്ലേ? അത് അവൻ മിലിറ്ററിയിലായിരുന്നപ്പോ തുടങ്ങിയതാ. പിന്നെ അങ്ങോട്ട് നിർത്താൻ പറ്റിയില്ല. ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ. ഇന്നും പറഞ്ഞു, ലാലിച്ച ഇങ്ങനെ കുടിക്കല്ലേടാ, ഇവിടെ ഒരു പെങ്കച്ചുണ്ടെന്നുള്ള ഓർമ്മ വേണമെന്ന്. അവൻ അതൊന്നും ഒരു വിഷയമല്ലെന്നീ. എന്നാ ചെയ്യാന്? വല്യപ്പച്ചനും കൂടെ പോയി ഇരുന്നിട്ടല്ലേ? ഞാൻ വർത്താനം പറയാൻ വേണ്ടി പോയിരുന്നതാ മോളെ. ആ, ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെയാണല്ലോ. ഞാനില്ലെങ്കിലും അവൻ കുടിക്കും. രാവിലെ തുടങ്ങും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ മാതിരി ഈ ചങ്കും കരളും ഒക്കെ ഉരുക്കി കളയുന്ന സാധനം അല്ല അവൻ കഴിക്കുന്നേ. വില കൂടിയ സാധനം ഫോറിനീന്ന് വരുത്തുന്നതാ. എന്തായാലും മദ്യമാണല്ലോ. ആൽക്കഹോൾ എന്ന് തന്നെയല്ലേ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓരോ കുപ്പിയിലും. ഇല്ല, അങ്ങനെ എഴുതിയിട്ടില്ല. അവരുടെ മദ്യത്തിന് വിഷം തീരെ കുറവാ. എന്നിട്ട് കുടിക്കേണ്ട പോലെ ആണോ കുടിക്കുന്നത്? അവനിങ്ങനെ ഗ്ലാസ് നിറച്ചു വെച്ചിട്ട് ഒറ്റ വലിക്ക് കുടിക്കുകയല്ല, കുറേശ്ശെ കുറേശ്ശെ എടുത്ത്. അങ്ങനെ കുറേശ്ശെ കരളും ദ്രവിച്ചോണ്ടിരിക്കും.
അങ്ങനെ കരള് ദ്രവിച്ചു പോയിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഇരിക്കുവോ? പുറമേ കാണുന്ന പോലെയാണോ എല്ലാവരുടെ അകം? നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഓടിച്ചാടി നടക്കുന്ന പലരും പെട്ടെന്ന് വീഴുന്നില്ലേ? എന്തെല്ലാം അവയവങ്ങളുണ്ട് നമ്മുടെ വയറിനകത്ത്. അതിനെല്ലാം കേട് വരുത്തുന്ന സാധനമല്ലേ ഈ കുടിക്കുന്നേ? മരുന്നല്ലല്ലോ, ആണോ? അല്ല, മരുന്നല്ല. പക്ഷേ ലാലിച്ചൻ ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലെന്നാ പറയുന്നത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് കുഴപ്പമൊന്നും ഇല്ലാന്ന് വെച്ച് ഇനി കുഴപ്പമുണ്ടാവാൻ ഒരു സാധ്യതയില്ലേ? അങ്ങനെ ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞോ ഇഷ്ടം പോലെ കുടിച്ചോളാം? അങ്ങനെ ഒരു ഡോക്ടറും പറയത്തില്ലല്ലോ മോളെ. പ്രായം കൂടുന്തോറും ആരോഗ്യം ക്ഷയിക്കും. അതോ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും? ഇല്ല, ക്ഷയിക്കും. ഇതും ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന സാധനമല്ലേ മദ്യം? ഒരു സംശയവും ഇല്ല. ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ കുഴപ്പക്കാരൻ. പ്രായം കൂടുമ്പോ മദ്യത്തിന്റെ അളവ് കൂട്ടുവാണോ കുറയ്ക്കുവാണോ ചെയ്യേണ്ടേ? ഒരു സംശയവും വേണ്ട, കുറയ്ക്കണം. വല്യപ്പച്ചന്റെ മകൻ ലാലിച്ചൻ കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. അതല്ലേ ഞാനീ പറയുന്നേ. വല്യപ്പച്ചന് മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞ പോലെ എനിക്ക് പ്രായമായി. ഞാൻ കുടി കുറച്ചു. വല്യപ്പച്ചന്റെ മകനും കുറയ്ക്കണം. നമുക്ക് പറയാവുന്നല്ലാതെ കയ്യെ കയറി പിടിക്കാൻ പറ്റുമോ മോളെ? ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞാൻ ആരാ ഇവിടെ? കുറെ കറുത്ത പട്ടികളുടെ കൂടെ ഒരു വെളുത്ത പട്ടി. പിന്നെ ഇന്നിവിടെ വഴക്കുണ്ടായി ഞാൻ കാരണം. അതെന്തിനാ വഴക്കുണ്ടായ? അമ്മയ്ക്ക് നല്ല വിഷമായി പോയി. ഇപ്പൊ നമ്മളും അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ഒരേപോലെ നോക്കുന്നു. ആങ്ങളെയാണേലും പെങ്ങളാണേലും പ്രായം കഴിഞ്ഞ ഒരു അകലമൊക്കെ പാലിക്കണം. കൊല്ലപ്പള്ളിയിലെ ആങ്ങളുമാരായിട്ട് അമ്മ എന്തുമാത്രം അകലം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൃത്യ അളവ് എത്രയാന്ന് പറഞ്ഞാ ഇവിടെ ഞാൻ ആ അകലം പാലിക്കാം. പന്നത്തരം പറഞ്ഞോണ്ടല്ലോ ചെകിടിഞ്ഞ അടിച്ചു പൊട്ടിക്കും. ആദ്യം അമ്മയുടെ മനസ്സിൽ നിന്ന് ആ ദുഷിച്ച വിഴുപ്പൊക്കെ എടുത്തു കളാം. ബാക്കിയുള്ളവർക്ക് മാറും. മാഡത്തിന് ജയിക്കണമെങ്കിൽ അച്ഛനും നിങ്ങൾ 3 പേരും ചേർന്നുള്ള കൂട്ടുകെട്ട് പൊളിക്കണം. ഇപ്പൊ ഒരു തീപ്പൊരി ഇടാൻ നോക്കിയില്ലേ നിങ്ങളുടെ മനസ്സിൽ? അതുപോലെ ഇനിയും ശ്രമങ്ങൾ ഉണ്ടാവാം.